ചില ബസ് സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ആ ബസ് ഇങ്ങനെ എരപ്പിച്ചെരപ്പിച്ച് നിർത്തിക്കൊണ്ടിരിക്കും. പിന്നെ കിളി ആളുകളെ ഇങ്ങനെ വിളിച്ചു കയറ്റിക്കൊണ്ടിരിക്കും. ഇതിങ്ങനെ കുറേ നേരത്തേക്ക് തുടരും. അപ്പോൾ കേൾക്കാം ഒരു അനൗൺസ്മെന്റ്, ഇന്നടത്തേക്ക് പോകേണ്ട ഇന്ന ബസ് സ്റ്റാൻഡ് വിട്ടുപോകണം. ഇത് കേൾക്കുമ്പോഴാണ് നമുക്കൊരു യാത്രക്കാരന് ഒരു സമാധാനം വരിക. എന്ന് പറഞ്ഞതുപോലെയാണ് ശശി തരൂരിൻ്റെ അവസ്ഥ. ഇദ്ദേഹം പോകും, പോവില്ല, വീണ്ടും പോകും, പോവില്ല, ഇങ്ങനെ പറഞ്ഞു കേൾക്കാൻ തുടങ്ങിയിട്ട് വളരെ വർഷങ്ങളായി. എന്നാവട്ട് പോകുന്നുണ്ടോ? അതില്ലതാനും. അപ്പം ശശി തരൂർ അല്ലെങ്കിൽ അദ്ദേഹം ഒന്ന് സ്റ്റാൻഡ് വിട്ട് പോവുകയാണ് അദ്ദേഹത്തിനും കോൺഗ്രസ് പാർട്ടിക്കും രാജ്യത്തിനും നല്ലതെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശശി തരൂരിനെ അദ്ദേഹം ദീർഘകാലം ഇന്ത്യക്ക് വെളിയിലായിരുന്നു. ഇന്ത്യയിലെ തരികിട രാഷ്ട്രീയമൊന്നും അദ്ദേഹത്തിന് വശമില്ല. അപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ അവിടുത്തെ അന്തരീക്ഷത്തിൽ ഒതുങ്ങാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അപ്പോൾ അവിടുത്തെ രീതിക്ക് അദ്ദേഹത്തിൻ്റെ രീതി വ്യത്യസ്തമാണ്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ മറ്റു രാജ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ അതിഭയങ്കരമായ വ്യത്യാസം ഇന്ത്യയിലുള്ളതുപോലെ ഇപ്പോൾ അമേരിക്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ഉണ്ടെന്ന് അദ്ദേഹം കരുതിയിട്ടുണ്ടാവില്ല. രാഷ്ട്രമാണ് പ്രധാനം. പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ താൽക്കാലിക ഒരു പ്രതിഭാസവും രാജ്യനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്ന് ഉള്ളൊരു ധാരണയിലായിരിക്കും അദ്ദേഹത്തിൻ്റെ മുന്നോട്ട് പോക്ക്. നേരെ മറിച്ച് ഇന്ത്യയിൽ രണ്ടും തമ്മിൽ അജഗജാന്തര വ്യത്യാസവും പരസ്പരം കടിച്ചു കയറാൻ നിൽക്കുന്നവരുമാണ് ഇന്ത്യയിലും ഇപ്പോഴത്തെ അമേരിക്കയിലെ അവസ്ഥയും. ആ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ ശശി തരൂരിന് കഴിയുന്നില്ല. അതുകൊണ്ട് ശരിയെന്നോ നല്ലതെന്നോ തോന്നുന്നത് അതിൻ്റെ കൂടെ അങ്ങോട്ട് അത് നല്ലതാണെന്നങ്ങ് പറയും. അപ്പോൾ അത് പിണറായി വിജയനെ പറ്റി പറയും, BJP പറ്റി പറയും, നരേന്ദ്രമോദിയെ പറ്റി പറയും. അപ്പോൾ പിന്നെ കോൺഗ്രസ്സുകാർക്ക് അത് അസഹനീയമായിട്ട് തോന്നുകയും ചെയ്യും. ഇപ്പോഴിതാ ഏറ്റവും ലേറ്റസ്റ്റ് എന്നാ ഈ കോൺഗ്രസ് പാർട്ടി ഇന്ത്യ ഗവൺമെൻറ് കുറേ ആളുകളെ മറ്റു രാജ്യങ്ങളിലേക്ക് അയക്കുന്നു. ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നത്തെപ്പറ്റി വിശദീകരിക്കാൻ വേണ്ടിയിട്ട്, ഇന്ത്യയുടെ നിലപാടുകളെയും ഇന്ത്യയുടെ നടപടികളെയും പറ്റി വിശദീകരിക്കാൻ വേണ്ടി. അങ്ങനെ അയക്കാൻ ഏറ്റവും യോഗ്യനായ വ്യക്തി ശശി തരൂരാണ്. അദ്ദേഹം ദീർഘകാലം അമേരിക്കയിലായിരുന്നു, UN-ന്റെ അണ്ടർ സെക്രട്ടറി ആയിരുന്നു. എല്ലാം കൊണ്ടും ഒന്നാന്തരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന വാഗ്മി, അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലെല്ലാം ധാരാളം പരിചയമുള്ള വ്യക്തി. പക്ഷെ അദ്ദേഹത്തിൻ്റെ പേര് മാത്രം കൊടുത്തില്ല. എങ്കിലും BJP സർക്കാർ അദ്ദേഹത്തിൻ്റെ പേര് അവർ കൊടുക്കുകയും അവർ സ്വീകരിക്കുകയും അദ്ദേഹത്തെ വിദേശത്തേക്ക് അയക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ നാളെ മുതലാണെന്ന് തോന്നുന്നു ആ സന്ദർശനം. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് കോൺഗ്രസ് പാർട്ടിയിൽ അത് കൂടുതൽ വെറുപ്പായി തീർന്നു. അദ്ദേഹത്തിനെതിരെ കൂടുതൽ എതിർപ്പും ശക്തമായ വിമർശനവും ഉയർന്നു. അപ്പോൾ പാർട്ടിക്ക് അതീതമായിട്ട് പാർട്ടിക്ക് പുറത്തേക്ക് പോകാനുള്ള ഒരു നീക്കമാണ് അദ്ദേഹം എന്നാണ് വിമർശനം. അപ്പോൾ ഏതായാലും ശശി തരൂർ പറയുന്നുണ്ട്, ഞാൻ പാർട്ടി വിട്ടൊന്നും പോകുന്നില്ല, അങ്ങനെയുള്ളൊരു താല്പര്യവുമില്ല. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ശശി തരൂരിനെ പോലെ ഒരു ശുദ്ധനെ ഉൾക്കൊള്ളാനായിട്ട് നമ്മുടെ രാഷ്ട്രീയത്തിന് കഴിയുന്നില്ല. അദ്ദേഹം ഉള്ളതുപോലെ പറയുന്നു എന്ന് മാത്രമല്ല, ഇത്രയും അധികം തരം താഴാനായിട്ട് അദ്ദേഹത്തിന് കഴിയുന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വഴിക്ക് വിടുക എന്നുള്ളതാണ് ഏറ്റവും മര്യാദയുള്ള ഒരു കാര്യം. കോൺഗ്രസ് പാർട്ടി ശശി തരൂർ ഒരു കാര്യത്തിലൊരു നിലപാടെടുത്താൽ അത് ശശി തരൂർ വ്യക്തിപരമായി എടുക്കുന്നതാണ്, കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടല്ല എന്ന് പറയാവുന്നതേ ഉള്ളൂ. അവിടെ കൊണ്ട് പ്രശ്നം തീരുന്നതാണ്. കാരണം പല കാര്യങ്ങളിലും ഇപ്പോൾ ഇന്ത്യ പാക് യുദ്ധത്തെ പറ്റി പറയുന്നത് അദ്ദേഹം പറയുന്നത് രാജ്യമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ. അപ്പോൾ രാഷ്ട്രത്തിന് വേണ്ടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. സത്യമല്ലേ? അക്കാര്യത്തിൽ നമുക്കും അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അതുപോലെ തന്നെ പിണറായി വിജയൻ നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ അത് നല്ലതാണെന്ന് പറയേണ്ടതല്ലേ, അല്ലാതെ മോശമാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം, ഇന്ത്യയിൽ ജീവിച്ച് ഇന്ത്യയിലെ ആ രാഷ്ട്രീയത്തിലൂടെ വളർന്നു വരുന്ന ആ ഒരു കുഴൽ കണ്ണാടിയിലൂടെ മാത്രം കാര്യങ്ങൾ കാണുന്ന ആ ഒരു മനസ്ഥിതി അദ്ദേഹത്തിനില്ല. കാര്യങ്ങളെ വിശാലമായി കാണുന്നു. കാരണം അദ്ദേഹം ഇന്ത്യക്ക് പുറത്താണ് ദീർഘകാലം ജീവിച്ചത്. ഇപ്പോൾ ഈ BJP പറ്റി അദ്ദേഹം പോകുന്നു എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ സുനന്ദ പുഷ്കർ, അവർ മരിച്ചതിനെ പറ്റി അദ്ദേഹത്തെ വേട്ടയാടുന്നത് BJP ആണ്. അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്തത്. അപ്പം അങ്ങനെ BJP പ്രത്യേക സ്നേഹമൊന്നും തോന്നേണ്ട കാര്യമില്ല. നമുക്കറിയാം, അദ്ദേഹത്തെ പോലൊരാൾ ഭാര്യയെ അദ്ദേഹത്തെ പോലല്ല, സാമാന്യമായിട്ടുള്ള ഒരു മനുഷ്യനും ഭാര്യയെ കൊല്ലുകയും അല്ല കൊല്ലേണ്ട കാര്യമോ അങ്ങനെ ആരും ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. അപ്പോൾ പ്രത്യേകിച്ച് അദ്ദേഹത്തെ പോലൊരാൾ. എന്തായാലും പക്ഷേ ഇന്ത്യയിലെ ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതും ഒരു ക്രിമിനൽ കേസിന് വഴി തെളിച്ചു എന്നുള്ളതാണ് സത്യം. ഇനി ഇതിനെപ്പറ്റി പറയുമ്പോൾ ഈ ശശി തരൂരിൻ്റെ ഒരു മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹം കാര്യങ്ങളെ കാണുന്നത് ആ വിശാലമായ കാഴ്ചപ്പാടിൻ്റെ മാത്രമല്ല, അദ്ദേഹത്തിന് ആ നിക്ഷിപ്ത താല്പര്യങ്ങളും വളരെ കുറവ്. ഇന്ത്യയിലെ പോലെ ഇപ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും, കേന്ദ്രത്തിൽ എന്തെങ്കിലും ആകണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ അതേ
സാഹചര്യത്തിൽ ഇപ്പം BJP ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും നല്ലൊരു സ്ഥാനമൊക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. അപ്പം എനിക്കൊക്കെ തോന്നുന്നത് അദ്ദേഹം ഈ സ്റ്റാൻഡ് വിട്ടു പോവുകയാണ് നല്ലത്. അവിടെ ചെന്ന് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിനെങ്കിലും ഗുണപ്പെടും. പിന്നെ രാജ്യ നന്മയ്ക്ക് നല്ലതായിരിക്കും BJPക്ക്. അതുകൊണ്ട് എത്ര കണ്ട് ഗുണമുണ്ടാവും നമുക്ക് അറിഞ്ഞുകൂടാ. കോൺഗ്രസിനും ഗുണമേ ഉണ്ടാവുകയുള്ളൂ. പൊതുവിൽ പറഞ്ഞാൽ ഇദ്ദേഹം ഇങ്ങനെ എല്ലാവരുടെയും പിന്നെ ഈ വിമർശനവുമൊക്കെ കേട്ട് കഴിയേണ്ടി വരുന്ന ഒരു സ്ഥിതി ഖേദകരം തന്നെ. പ്രത്യേകിച്ച് അദ്ദേഹത്തെ പോലെ അദ്ദേഹത്തിന്റെ ചിന്താഗതിക്ക് അനുസരിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ ആ വിശാലമായ കാഴ്ചപ്പാടിനോടാണ് അദ്ദേഹത്തിന് യോജിപ്പ്. മാനസികമായിട്ട് ഈ BJPയുടെ മതപരമായ ഒരു കാഴ്ചപ്പാടിനോടോ മതമാണ് പിന്നെ മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ ദേശീയത നിയന്ത്രിക്കുന്നതെന്നും ഈ ഹിന്ദു അല്ലാത്ത ആള് ഇന്ത്യക്കാരനല്ലാതായി തീരുമെന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ മറ്റു മതക്കാരെ ആക്രമിക്കണമെന്നും അവരുടെ മേൽ അധിനിവേശനം നടത്തണമെന്നും ആ രീതിയിലുള്ള ഒരു ചിന്താഗതിയൊന്നും അദ്ദേഹത്തിന് ഉണ്ടാകാൻ പോകുന്നുമില്ല. അപ്പൊ ആ സാഹചര്യത്തിൽ മാനസികമായിട്ട് അദ്ദേഹം കോൺഗ്രസ്സുകാരൻ തന്നെ. ഇനിയിപ്പോൾ BJP പോയാൽ തന്നെയും ആ മാനസികാവസ്ഥ എന്നും നിലനിൽക്കും. കുറഞ്ഞ പക്ഷം അദ്ദേഹമെങ്കിലും രക്ഷപ്പെടട്ടെ, അവിടെ പോയി ഒരു നല്ല സ്ഥാനം നേടിയെടുക്കട്ടെ.